സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണെന്നും സാധാരണക്കാരന് പറ്റിയ പരിപാടിയല്ലെന്നും പണം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എന്നാൽ ഈ പറയുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആൾക്കാരും ലോട്ടറി എടുത്ത് പൈസ ലഭിച്ചിട്ട് പണക്കാരനാവാമെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 500 രൂപ കൊണ്ട് എങ്ങനെ അതിശക്തമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇനി ലോട്ടറി എടുത്ത് പൈസ കളയേണ്ട ആവശ്യമില്ല, ആ പണം ഉപയോഗിച്ച് ശക്തമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. മൈ നെയിം ഈസ് ഇർഷാദ്. വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് നിഫ്റ്റി ബീസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നല്ല റിട്ടേൺസ് ലഭിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ അതിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിയുടെ വാല്യൂ, അതായത് അതിന്റെ മൂല്യം കുറയുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ മൂല്യം കുറയുന്നതാണ്. മാർക്കറ്റ് ഇടിയുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ ഇടിയാതെ അതിശക്തമായിട്ട് താങ്ങി നിർത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മറ്റുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനോടൊപ്പം, അതായത് നിഫ്റ്റി ബീസിനോടൊപ്പം തന്നെ മറ്റുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഇതിനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനായി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള 2 ETF-കളെ കുറിച്ചാണ്, ഗോൾഡ് ബീസ് ആൻഡ് ലിക്വിഡ് ബീസ്. ഒന്നാമതായി ഗോൾഡ് ബീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ആണ്. അതായത് 99.5% ഗോൾഡിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡിന്റെ മൂല്യം ഉയരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൂല്യം, അതായത് നിങ്ങളുടെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മൂല്യം ഉയരുന്നതാണ്. ഗോൾഡിനനുസരിച്ചിട്ട് ഇത് താഴ്ന്നതായിരിക്കും. നമ്മൾ എല്ലാവർക്കും അറിയാം, വിപണി ഇടിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ മൊമെന്റ്സ് സംഭവിക്കുന്ന സമയത്ത് ഗോൾഡിന്റെ റേറ്റ് കൂടുന്നതായിട്ടും ഉയരുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇക്വിറ്റിയുടെ മൂല്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി ബീസിലുള്ള മൂല്യം കുറയുന്ന സമയത്ത്, മാർക്കറ്റിൽ ഇതുപോലുള്ള ക്രാഷ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ETF-ന്റെ വാല്യൂ, അതായത് നമ്മുടെ ഇക്വിറ്റി ETF-ന്റെ വാല്യൂ കുറയുന്ന സമയത്ത് അതിശക്തമായിട്ട് തന്നെ ഗോൾഡ് ബീസ് നമ്മുടെ പോർട്ട്ഫോളിയോ താഴേക്ക് പോകാതെ തന്നെ പിടിച്ചു നിർത്തുന്നതായിരിക്കും. വെറും 45 രൂപ കൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പിന്നിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചരിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺസ് ആണ് ഗോൾഡ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കമ്പൈൻഡ് ആയിട്ട്, അതായത് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിനോടൊപ്പം ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ തന്നെയാണ് ഗോൾഡ് ബീസ്. രണ്ടാമത്തെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആണ് ലിക്വിഡ് ബീസ്. കമ്പനികളുടെയും സർക്കാരിന്റെയും ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF ആണ് ലിക്വിഡ് ബീസ്. അതായത് ഒരു ഫിക്സഡ് ആൻഡ് സ്റ്റേബിൾ റിട്ടേൺസ് നൽകാൻ ലിക്വിഡ് ബീസ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ആനുവലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 to 8% റിട്ടേൺസ് ആണ് ഇത് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ബീസിന്റെ മൂല്യം എപ്പോഴും 1000 രൂപയിലായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1000 രൂപ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ഇതിന്റെ റിട്ടേൺസ് ആയിട്ടുള്ള 5 to 8% നമുക്ക് ലഭിക്കുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ്. അതായത് നമ്മുടെ മൂല്യം കൂടുകയല്ല ഇവിടെ ചെയ്യുന്നത്, പകരം നമ്മുടെ മൂല്യം വർദ്ധിക്കുന്നത്. അതായത് നമ്മുടെ 5 to 8% എന്ന് പറയുന്ന റിട്ടേൺസ് നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഒരു 1000 ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആനുവലി നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അതിനോടൊപ്പം 10 or 20 ക്വാണ്ടിറ്റീസ് ആയിട്ട് ആഡ് ആയിട്ട് ക്വാണ്ടിറ്റി രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മൂല്യം എപ്പോഴും 1000 ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. FDയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പലരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്, FDയേക്കാൾ ബെറ്റർ റിട്ടേൺസും സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസും തന്നെയാണ് ലിക്വിഡ് ബീസ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയെ വളരെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ലിക്വിഡ് ബീസ് വളരെ വളരെ നന്നായിട്ട് തന്നെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 3 തരം ബീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇതിൽ ഹൈ റിട്ടേൺസിന് വേണ്ടി നിഫ്റ്റി ബീസും, സുരക്ഷിതമായ റിട്ടേൺസിന് വേണ്ടിയിട്ട് ഗോൾഡ് ബീസും, സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസിന് വേണ്ടിയിട്ട് ലിക്വിഡ് ബീസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് അതിശക്തമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നിഫ്റ്റി ബീസും ഗോൾഡ് ബീസും ഉപയോഗിച്ച് എങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്തിന് നിഫ്റ്റി ബീസ് ചൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തു. പല ബെറ്റർ മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും നല്ല റിട്ടേൺസ് നൽകിയിരിക്കുന്നത് നിഫ്റ്റി ബീസ് തന്നെയാണ്. അതേപോലെ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്, വാർ വരുന്ന സമയത്തും കോവിഡ് വരുന്ന സമയത്തും നമ്മുടെ മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ താങ്ങി നിർത്താനായിട്ട് ഗോൾഡ് ബീസും നമ്മൾ ഇതിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൈസ ഏത് രീതിയിലാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പൈസയുടെ 70% നിഫ്റ്റി ബീസിലും 30%, അതായത് 30% നിങ്ങൾ ഗോൾഡ് ബീസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി നമ്മൾ നോക്കുമ്പോൾ ഓരോ നിഫ്റ്റി ബീസിനും 2 ഗോൾഡ് ബീസ് വെച്ചാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 70-30 എന്നുള്ള പെർസെൻറ്റേജ് രീതിയിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗോൾഡും ഇക്വിറ്റിയും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ എടുത്ത പോർട്ട്ഫോളിയോയും അതേപോലെ തന്നെ ലാർജ് ക്യാപ്പിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചാർട്ട് വൈസ് തന്നെ നോക്കാവുന്നതാണ്.
നമ്മളിപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷത്തെ ചാർട്ടാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇക്വിറ്റിയും ഗോൾഡും ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ, അതായത് ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് മാർക്കറ്റിന്റെ ഡിപ്പ് ആവുന്ന സമയത്ത് എത്ര തന്നെ താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതും അതേ സമയത്ത് ലാർജ് ക്യാപ്പ് എത്രത്തോളം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിലുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് ഇതിനെ താങ്ങി നിർത്തുന്നതായിരിക്കും. ഒരിക്കലും ഇക്വിറ്റി വീഴുന്ന അത്രയും നമ്മുടെ ഗോൾഡും ഇക്വിറ്റിയും കൂടി കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോർട്ട്ഫോളിയോ ഒരിക്കലും ഇടിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ശക്തമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണെന്ന് പറയുന്നത്. അതേ സമയത്ത് മാർക്കറ്റ് തിരിച്ച് റൈസ് ആവുന്ന സമയത്ത് നമ്മുടെ ഇക്വിറ്റി റൈസ് ആവുകയും അതേപോലെ തന്നെ ഗോൾഡ് ബാലൻസ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയും റൈസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊരു ഫാള് വരുന്ന സമയത്തും ഇക്വിറ്റി മാർക്കറ്റ് വീഴുന്ന അത്രത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോ ഒരിക്കലും വീഴുന്നതായിരിക്കില്ല. ഇത് തന്നെയാണ് ഇതിന്റെ ശക്തമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഗോൾഡും നിഫ്റ്റി ബീസും തമ്മിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതാണ്. ഇതല്ലാതെ രണ്ടാമതായിട്ടുള്ള ഒരു ബീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിക്വിഡ് ബീസ്. ഇത് ഒരു ബോണസ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിക്വിഡ് ബീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടും അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ബീസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ 500 എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ഉയർത്തേണ്ടി വരും. സ്റ്റേബിൾ ആയിട്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ ലിക്വിഡ് ബീസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കാർട്ട് വാല്യൂ എന്ന് പറയുന്നത് 4000 രൂപയാണ് ആവുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് റേഷ്യോ എന്ന് പറയുന്നത് 50-25-25 എന്നാണ്. അതായത് നമ്മുടെ നിക്ഷേപത്തിന്റെ 50% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ബീസിലും 25% ഗോൾഡ് ബീസിലും 25% ലിക്വിഡ് ബീസിലുമാണ്. അപ്പോൾ ഈ ഒരു നിലയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 രൂപയുടെ ഒരു കാർട്ട് വാല്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നാൽ ഇത് വളരെ ശക്തമായിട്ടും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അപ്പോൾ ഈ 3 ബീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്രാഷസും കഴിഞ്ഞ ഹിസ്റ്ററിയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്റ്റേബിൾ ആണ് ഈ ഒരു പോർട്ട്ഫോളിയോ എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് തന്നെ നോക്കാം. നമ്മൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ 3 ബീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇതിൽ മാർക്കറ്റിലുള്ള ക്രാഷ്, അതായത് ഇക്വിറ്റിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് യെല്ലോ കളറിൽ കാണുന്നത്. അപ്പോൾ ഇക്വിറ്റിയുടെ ഇൻവെസ്റ്റ്മെന്റ് താഴേക്ക് പോകുമ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസിൽ സ്റ്റേബിൾ അല്ലാതെ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അതിശക്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ വളരെ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇനി നോക്കേണ്ടത് എങ്ങനെയാണ്, എത്രത്തോളം ക്വാണ്ടിറ്റി ആണ് ഈച്ച് ആൻഡ് എവറി ബീസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ 50-25-25% എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റി ബീസിൽ 12 ക്വാണ്ടിറ്റിയും അതേ സമയത്ത് ഗോൾഡ് ബീസിൽ 23 ക്വാണ്ടിറ്റിയും ലിക്വിഡ് ബേസിൽ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കാർട്ട് വാല്യൂ വരുന്നത് ഏകദേശം ഒരു 4000 രൂപയായിരിക്കും. എന്നാലും ഇത് വളരെ ശക്തമായിട്ടും സ്റ്റെബിലിറ്റിയും നിറഞ്ഞിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങണം, എന്തിനു വാങ്ങണമെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എങ്ങനെ വാങ്ങാം എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾ ഏത് ബ്രോക്കറാണോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ആ ബ്രോക്കർ എടുക്കുക. ഇനി സ്വന്തമായിട്ടൊരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രോക്കറിൽ കയറുക, സെർച്ച് ഏരിയയിൽ പോയിട്ട് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 ബീസും അടിച്ചു കൊടുത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോയിൽ നമുക്കിത് ബൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്പിൾ ചെയ്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഇനി സെറോദയിൽ എങ്ങനെ ഒരു SIP സെറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാമെന്നുള്ളത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വേണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ്, ലിക്വിഡ് ബീസ്, ഈ 3 ബീസ് ഉപയോഗിച്ച് എങ്ങനെ അതിശക്തമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാമെന്നുള്ളതും നമ്മൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് സേഫ് ആൻഡ് സ്റ്റെബിലിറ്റി ഉള്ള നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു കിടിലം വീഡിയോയുമായി കാണുന്നത് വരെ